എല്ലാവർക്കും നമസ്കാരം. ഈ ഇലക്ഷൻ്റെ ദിനം നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ലേ കേൾക്കാൻ? എന്തായാലും ഞാൻ പറയുകയാണ്, അനുഭവങ്ങൾ ഒരുപാട് നമ്മളെ കയ്യിലുണ്ടല്ലോ. ഞാൻ കുറേ തിരക്കിലായിരുന്നു. അതിനിടയ്ക്ക് ഒരു അനുഭവം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ തോന്നി. ഇന്ന് സ്കൂളൊക്കെ ലീവാണ്. നമ്മുടെ ഗോവിന്ദൻ അടുത്തിരിക്കുന്നുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും ഒച്ചയൊക്കെ ഉണ്ടാകും. മിണ്ടാതിരിക്കണേ ഗോവിന്ദ. പറയട്ടെ. ആ, ഓക്കെ. നമസ്തേ ശ്രീകാന്ത് സാർ. ഞാൻ ത്രിമധുരം ഗ്രൂപ്പിലെ ഒരു പുതിയ അംഗമാണ്. എൻ്റെ പേര് ബിന്ദു എന്നാണ്. എന്നാലും ഫേസ്ബുക്കിലെ ത്രിമധുരത്തിലെ സ്ഥിരം കാഴ്ചക്കാരിയാണ്. ഓരോ അനുഭവങ്ങളും കേൾക്കുമ്പോൾ ഓർക്കും, എന്നാണ് കണ്ണാ എനിക്കും ഇങ്ങനെ പറയാൻ കഴിയുന്നത് എന്ന്. ഒരുപാട് വിഷമഘട്ടങ്ങളിൽ ഭഗവാൻ എന്നെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ എങ്ങനെ പറയുമെന്നറിയില്ല. എന്തിനും ഏതിനും ഭഗവാനെ വിളിക്കും. അതെങ്ങനെയാ? ജീവിതത്തിൽ എന്നും കാണും ഓരോ വിഷമങ്ങൾ. അതുകൊണ്ട് ഒരു നിസ്സാര കാര്യം മതി കേട്ടോ ടെൻഷൻ അടിക്കാൻ. അപ്പോഴെല്ലാം കൃഷ്ണനെ വിളിച്ച് അവലാതി പറയാൻ തുടങ്ങും. ഹരേ കൃഷ്ണ, വീടിനടുത്ത് കൃഷ്ണന്റെ അമ്പലമുണ്ട്. വ്യാഴാഴ്ച ദിവസം കണ്ണനെ കാണാൻ പോകും. ഇടയ്ക്ക് മാല കെട്ടിക്കൊണ്ടു പോകാറുണ്ട് കേട്ടോ. ഇനി ഞാൻ എനിക്കുണ്ടായിട്ടുള്ള അനുഗ്രഹത്തെക്കുറിച്ച് പറയാം. എനിക്കൊരു മോളും മോനും. മോൻ ഇപ്പോൾ നഴ്സിംഗ് കഴിഞ്ഞു. ഗവൺമെൻറ് GNM ആണ്. ഇനി പോസ്റ്റ് BSc വിടണം. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് BSc നഴ്സിങ്ങിന് വിടാൻ കഴിഞ്ഞില്ല കേട്ടോ. ഭഗവാന്റെ അനുഗ്രഹത്താൽ ഗവൺമെൻറ് GNM കിട്ടി. മോനെയും അതുപോലെ ഗവൺമെൻറ് GNM വിടാൻ വേണ്ടി അപ്ലൈ ചെയ്തു. BScക്കും അപ്ലൈ ചെയ്തു. മോൻ നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു. പക്ഷേ +2 ആയപ്പോൾ പഠിക്കാൻ മടിയായി. മൊബൈലുണ്ടല്ലോ. ഈ പ്രാവശ്യം എക്സാം കുറച്ച് കടുപ്പായിരുന്നു. എക്സാം ആകുമ്പോൾ പഠിച്ചു നല്ല മാർക്ക് വാങ്ങാനിരുന്ന മോന് വിചാരിച്ച പോലെ മാർക്കില്ലായിരുന്നു. അത് അവൻ്റെ അഡ്മിഷൻ സമയത്ത് ബുദ്ധിമുട്ടായി. നഴ്സിംഗിൻ്റെ റെഗുലർ അലോട്ട്മെൻറ്റിന് ഒന്നും മോന് കിട്ടിയില്ല. ഔട്ട് ഓഫ് കേരള വിടാൻ താല്പര്യമില്ല. പണം ഇല്ലെന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. BSc നഴ്സിംഗ്, ഗവൺമെൻറ് ജനറൽ നഴ്സിംഗ് അലോട്ട്മെൻറ്റ് ഓരോന്നും കഴിയുന്നു. സീറ്റുകൾ ഫില്ലാവുന്നു. എനിക്കാണെങ്കിൽ ടെൻഷൻ കാരണം വയറിന് ബുദ്ധിമുട്ടുകൾ, ഉറക്കം പൊതുവേ കുറവാണ്. ടെൻഷൻ കൂടുന്നതനുസരിച്ച് ഭഗവാന്റെ അടുത്ത് ആവലാതികൾ കൂടിയിട്ടോ. റെഗുലർ അലോട്ട്മെൻറ്റുകൾ കഴിഞ്ഞു. സ്പോട്ട് അലോട്ട്മെൻറ്റുകൾ തുടങ്ങി. BSc നഴ്സിംഗിന് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ പഠിക്കാൻ സാമ്പത്തികം അനുവദിക്കില്ല കേട്ടോ. ഗവൺമെൻറ് GNM ആണ് പ്രതീക്ഷ. മോനെയും കൂട്ടി അലോട്ട്മെൻറ്റ് നടക്കുന്ന സെൻറ്ററിലെത്തി. കുറച്ച് സീറ്റേ ഉള്ളൂ. അവിടെ തന്നെ ഒരുപാട് കുട്ടികളുണ്ട്. ഇതുപോലെ വേറെ 11 സെൻറ്റർ കൂടിയുണ്ട്. അവിടെയും ഒരുപാട് കുട്ടികളുണ്ടാവും. സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ റാങ്ക് ലിസ്റ്റ് ഇട്ടു. മോനേക്കാൾ മാർക്കുള്ള ഒരുപാട് കുട്ടികളുണ്ട്. ആകെ EWS സീറ്റ് 4. മോൻ്റെ റാങ്ക് 100ന് മുകളിൽ. അവൻ പറഞ്ഞു, അപ്പം നമുക്ക് പോകാം. ഞാൻ സമ്മതിച്ചില്ല. ആരെങ്കിലും അഡ്മിഷൻ എടുക്കാതെ ഇരുന്നാൽ കിട്ടിയാലോ? ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയട്ടെ. എനിക്കൊരു കൂട്ടുകാരിയുണ്ട് കേട്ടോ. കൂട്ടുകാരി എന്ന് പറയുന്നതിൽ നല്ലത് കൂടപ്പിറപ്പ് എന്നാവും. ഞങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളിലും കൂട്ടുകാരിയും കുടുംബവും കൂടെ ചേർന്ന് നിൽക്കാറുണ്ട്. തളർന്നു പോയ പല സാഹചര്യത്തിലും ധൈര്യം തന്ന് ആശ്വസിപ്പിച്ചിട്ടുണ്ട്. കൂട്ടുകാരി ഗുരുവായൂർക്ക് പോയി വന്നപ്പോൾ തന്നെ ഒരു കുട്ടി കൃഷ്ണൻ്റെ രൂപമുണ്ട്. അലോട്ട്മെൻറ്റ് ചെന്നാലുടനെ അതെടുത്ത് കയ്യിൽ പിടിക്കും. പിന്നെ പ്രാർത്ഥന തുടങ്ങും. എൻ്റെ കൃഷ്ണ, എൻ്റെ കുഞ്ഞിന് അഡ്മിഷൻ കിട്ടണേ. മോനേക്കാൾ മാർക്കുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടും. ഞങ്ങൾ ചെന്ന സെൻറ്ററിൽ തന്നെ 3 or 4 EWS കാറ്റഗറികൾ ഉള്ള കുട്ടികളുണ്ടാവും. വൈകുന്നേരത്തോടെ അലോട്ട്മെൻറ്റ് തീരും. നിരാശയോടെ മടങ്ങും. അങ്ങനെ 3 സ്പോട്ട് അലോട്ട്മെൻറ്റുകൾ നടന്നു കേട്ടോ. മിക്കവാറും 2 or 3 സീറ്റ് വേക്കൻസി ഉണ്ടാവാറുള്ളൂ. എങ്കിലും പോകും. ഞങ്ങൾ സ്പോട്ടിൽ ചെല്ലുന്ന സെൻറ്ററിൽ EWS കാറ്റഗറിയുള്ള അവനേക്കാൾ മാർക്കുള്ള ഒരു കുട്ടി എന്നും ഉണ്ടാവും. അതുപോലെ എല്ലാ സെൻറ്ററിലും ഉണ്ടാവും. പലപ്പോഴും റാങ്ക് എബവ് 50, സീറ്റ് 1 അല്ലെങ്കിൽ 2. കേരളത്തിൽ നഴ്സിംഗ് പഠനം നടക്കില്ല എന്ന് ഉറപ്പായി. സീറ്റ് എല്ലാം തന്നെ ഫില്ലായി. അവസാനം മനസ്സോടെ ബാംഗ്ലൂരിൽ നഴ്സിംഗിന് നോക്കാൻ തുടങ്ങി. എഡ്യൂക്കേഷൻ ലോണിനെ കുറിച്ച് തിരക്കി. ബാങ്കിൽ ചെന്ന് ലോൺ കിട്ടുമെന്ന് ഉറപ്പുവരുത്തി. എനിക്ക് പരിചയമുള്ള ഒരു സാറ് വഴി ഞങ്ങളുടെ 2 ജില്ലയ്ക്ക് അപ്പുറമുള്ള ഒരു ഏജന്റിന് കുറച്ച് ക്യാഷ് കൊടുത്ത് ബുക്ക് ചെയ്തു. ഹരേ കൃഷ്ണ, പിന്നത്തെ കാര്യമൊന്നും പറയണ്ട. എൻ്റെ ടെൻഷൻ കൂടി വന്നു കേട്ടോ. ഭാരിച്ച ഒരു ലോൺ എടുത്ത് കുട്ടിയെ വിടുന്ന കാര്യം ഓർത്ത് കരച്ചിലായി. വാടക വീട്ടിലെ താമസവും മുടങ്ങിക്കിടക്കുന്ന വീട് പണിയും മോളുടെ തുടർ പഠനവും എൻ്റെ ഉറക്കം കെടുത്തി. ബാംഗ്ലൂർ പഠനം ലോൺ മുഖേനയാണെങ്കിലും ഇടയ്ക്ക് എക്സ്ട്രാ ഫീസ് വന്നാൽ എന്തു ചെയ്യുമെന്നോർത്ത് ആധിയായി. എൻ്റെ വിഷമം കണ്ട് ഹസ്ബൻഡ് ചോദിച്ചു, നമ്മളെ കൊണ്ട് ഇത് സാധിക്കുമോ? എൻ്റെ വിഷമം കൊണ്ട് മോൻ പറഞ്ഞു, എന്നെ ബാംഗ്ലൂർക്ക് വിടണ്ടാന്ന്. ഇതിനോടകം മോൻ്റെ കൂട്ടുകാർ എല്ലാം ഓരോ കോഴ്സിന് ചേർന്നു. കുറച്ചു പേര് ബാംഗ്ലൂർ ചേർന്നു. എല്ലാവർക്കും ക്ലാസ് തുടങ്ങി. അവന് നല്ല വിഷമമുണ്ട്. പക്ഷേ പുറത്ത് കാണിക്കുന്നില്ല. അതിനിടയ്ക്ക് ഏജന്റ് വിളിച്ച് സർട്ടിഫിക്കറ്റ്സ് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. ആ ആഴ്ച ഒരു അലോട്ട്മെൻ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് അയക്കാമെന്ന് തീരുമാനിച്ചു. അന്നും കുട്ടികൾക്ക് കുറവൊന്നുമില്ല. ഞങ്ങൾ ചെന്ന സെൻറ്ററിലും മോൻ്റെ മുമ്പിൽ ഒരു കുട്ടിയുണ്ട്. EWS സീറ്റ് 1, ഓൾ കേരള റാങ്ക്
റാങ്ക് 50 മുകളിൽ. നിരാശയോടെ മടങ്ങുമ്പോൾ ഏജന്റിന്റെ വിളി, ഉടൻ സർട്ടിഫിക്കറ്റ് അയക്കണം, ഇനിയും സർട്ടിഫിക്കറ്റ് അയച്ചില്ലെങ്കിൽ കുട്ടിയുടെ 1 വർഷം പോകും. മനസ്സിലോടെ സർട്ടിഫിക്കറ്റ്സ് അയച്ചു കൊടുത്തു. എല്ലാ ഉത്തരവാദിത്വവും കണ്ണനെ ഏൽപ്പിച്ചു. വിളക്ക് വയ്ക്കുന്നിടത്ത് നിന്ന് കരച്ചിലായി. ഭഗവാനെ കൂടെ ഉണ്ടാവണേ എന്ന് പറഞ്ഞു. ദിവസം ചെല്ലുന്തോറും എൻ്റെ ആധി കൂടി വന്നു. എൻ്റെ കൂട്ടുകാർ എന്നെ ആശ്വസിപ്പിച്ചു. അവർക്ക് കഴിയുന്ന രീതിയിൽ അവർ സഹായിച്ചു. മോന് പോകാനുള്ള സാധനങ്ങളെല്ലാം വാങ്ങി. ഏജന്റ് പറഞ്ഞു, ഒരു 2 ആഴ്ച കഴിഞ്ഞ് പോകാൻ പറ്റുകയുള്ളൂ. ഓരോ അലോട്ട്മെന്റ് കഴിയുമ്പോൾ കൂടുതൽ കുട്ടികൾ ബാംഗ്ലൂർക്ക് പോകാൻ തയ്യാറാകുന്നു. ഏജന്റ് അതിൻ്റെ തിരക്കിലാണ്. എൻ്റെ ഗുരുവായൂരപ്പാ, ദേ വരുന്നു അടുത്ത സ്പോട്ട് അലോട്ട്മെന്റ്. ഞാൻ സ്പോട്ട് അലോട്ട്മെന്റിന് പോകാൻ തീരുമാനിച്ചു. മോനും മോളും അവരുടെ അച്ഛനും ചോദിച്ചു, സർട്ടിഫിക്കറ്റ് ഏജന്റിന് കൊടുത്തിട്ട് ഇനി എന്തിനാ ബസ് ചാർജ് മുടക്കി പോകുന്നത്? മാത്രമല്ല, തലേന്ന് സൈറ്റിൽ വേക്കൻസി ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും, അതിൽ EWS സീറ്റ് ഇല്ല. മോൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല, അമ്മ പോയിക്കോ. ഞാൻ നിർബന്ധിച്ചില്ല കേട്ടോ, കാരണം അവനും അടുത്തു. ഓതറൈസേഷൻ ലെറ്റർ തയ്യാറാക്കി ഞാൻ പോകാൻ തീരുമാനിച്ചു. എൻ്റെ കൂട്ടുകാരി എനിക്ക് ഫുൾ സപ്പോർട്ട് തന്നു. അമ്മ തന്നെ പോകണ്ടെന്ന് പറഞ്ഞു മോൾ എൻ്റെ കൂടെ വന്നു. സെൻറ്ററിൽ ചെന്നപ്പോൾ ആളുകൾ വളരെ കുറവ്. എന്നും വരാറുള്ള EWS കാറ്റഗറി കുട്ടി വന്നിട്ടില്ല കേട്ടോ. 11 മണിക്ക് റാങ്ക് ലിസ്റ്റ് തന്നു. അലോട്ട്മെൻറ്റ് തുടങ്ങുന്നത് 12 മണിക്ക് ശേഷമാണ്. പേരൻസ് കുട്ടികളെല്ലാവരും മൊബൈലിലാണ്. എല്ലാ പ്രാവശ്യവും ഞാൻ കയ്യിലുള്ള കുഞ്ഞികൃഷ്ണനെ എടുത്തു വെച്ച് പ്രാർത്ഥനയിലായിരിക്കും. ഇന്ന് പതിവ് പോലെ കണ്ണനെ കയ്യിലെടുത്തു. എൻ്റെ കണ്ണ, EWS സീറ്റ് വേക്കൻസി ഇന്നില്ല. എന്ത് ചെയ്യും കണ്ണ? ഭഗവാന്റെ മായാവിലാസം കൊണ്ട് മോനെ അഡ്മിഷൻ കിട്ടിയാൽ ഏജൻറ്റ് സർട്ടിഫിക്കറ്റ്സ് ബാംഗ്ലൂർക്ക് അയച്ചില്ലെങ്കിൽ എന്തു ചെയ്യും? മോനെ അഡ്മിഷൻ കിട്ടിയാൽ ഭഗവാനെ അങ്ങ് സർട്ടിഫിക്കറ്റ്സ് ഏജന്റിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിത്തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മേശമേൽ തലവെച്ച് കിടന്നുറങ്ങി. അലോട്ട്മെൻറ്റ് തുടങ്ങിയെന്ന് പറഞ്ഞ് മോള് വിളിച്ചു. കുറച്ച് സീറ്റുകളുള്ളൂ. 10 മിനിറ്റിനുള്ളിൽ ആ സീറ്റ് ഫില്ലായി. ഞങ്ങളുടെ സെൻട്രലിൽ ഉള്ള ആർക്കും അഡ്മിഷൻ കിട്ടിയില്ല. ജനറൽ സീറ്റുകൾ ഫില്ലായി എന്നറിഞ്ഞപ്പോൾ മകൾ പറഞ്ഞു പോകാമെന്ന്. സ്റ്റെപ്പ് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. അവിടെ നിന്ന് ഒരു ആപ്ലിക്കേഷൻ ഫോം കൊണ്ടുവരാൻ ഒരു കൂട്ടുകാരി പറഞ്ഞിരുന്നു. ഞാൻ അതെടുക്കാൻ തിരിച്ചു ചെന്നു. അവിടെ നിന്ന് ഒരു കാര്യമില്ലാതെ ആപ്ലിക്കേഷൻ മുഴുവൻ വായിച്ചു. അന്നേരം തോന്നിയ ഒരു സംശയം ചോദിക്കാൻ ഓഫീസിലേക്ക് കയറി. അവിടെ ഇരുന്ന ഓഫീസേഴ്സിനോട് സംശയം ക്ലിയർ ചെയ്തിട്ട് ഇറങ്ങാൻ നേരം അലോട്ട്മെൻറ്റ് നടക്കുന്ന സിസ്റ്റത്തിൽ നിന്നും EWS സീറ്റിനെ കുറിച്ച് പറയുന്നത് കേട്ടു. ആ നിമിഷം അലോട്ട്മെൻറ്റ് നടത്തുന്ന മേഡം EWS കാറ്റഗറിയുള്ള കുട്ടികളെ വിളിക്കാൻ പറയുകയും എൻ്റെ മോൻ്റെ പേര് പറയുകയും ചെയ്തു. ഞാൻ വേഗം മേഡത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. മേഡം പറഞ്ഞു, മോൻ്റെ റാങ്ക് 6th ആണ്, ഒരു സീറ്റ് വേക്കൻ്റ് ഉണ്ട്. തൊട്ടു മുമ്പുള്ള റാങ്കുകാർ ആരും അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ മാത്രമേ കിട്ടൂ. ഞാൻ ആകെ അമ്പരന്ന് നിൽക്കുകയാണ്. അവർ എന്നോട് കസേരയിൽ ഇരിക്കാൻ പറഞ്ഞു. ആപ്ലിക്കേഷൻ ഫോം എടുത്ത് കയ്യിൽ വെക്കാൻ പറഞ്ഞു. 5th റാങ്കുള്ള കുട്ടിയെ വിളിച്ച് വേക്കൻസിയുള്ള നഴ്സിംഗ് സ്കൂളിൽ ചേരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നത് എനിക്ക് കേൾക്കാം. ദൂരം കൂടുതലായതുകൊണ്ട് ആ കുട്ടി പിന്മാറി. ഉടൻ തന്നെ എൻ്റെ മോൻ്റെ പേര് വിളിച്ചു. എൻ്റെ കൃഷ്ണ, എൻ്റെ മോന് പറയാലോ, എനിക്ക് എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. പോകാനിറങ്ങി എന്നെ തിരിച്ചു വിളിച്ച് എൻ്റെ ഭഗവാനല്ലേ, എന്നെ ഒരു 10 മിനിറ്റ് അവിടെ പിടിച്ചു നിർത്തിയത് എൻ്റെ കണ്ണനല്ലേ. ഫീസ് അടച്ച് പുറത്തിറങ്ങി എന്നോട് മോൾ ചോദിച്ചു, അമ്മയെ സർട്ടിഫിക്കറ്റ്സ് ഏജൻറ്റ് തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, അതൊക്കെ ഗുരുവായൂരപ്പൻ മേടിച്ചു തരും. ഞാൻ ഏജൻറ്റിനെ വിളിച്ചു. സർട്ടിഫിക്കറ്റ് ബാംഗ്ലൂർക്ക് അയച്ചു എന്ന് പറഞ്ഞാൽ എല്ലാം വെറുതെയാകും. പക്ഷേ അയാൾ സർട്ടിഫിക്കറ്റ് തരാമെന്ന് പറഞ്ഞു. പിറ്റേന്ന് ഞാനും മോനും പോയി സർട്ടിഫിക്കറ്റ് മേടിച്ചു. ഫീസ് അടച്ചത് പകുതി തിരികെ കിട്ടി. സർട്ടിഫിക്കറ്റ്സും പകുതി ക്യാഷും കിട്ടിയ കാര്യം അറിഞ്ഞപ്പോൾ എല്ലാവർക്കും അത്ഭുതട്ടോ. ഞാൻ പറഞ്ഞു, എൻ്റെ കൂടെ ഗുരുവായൂരപ്പൻ ഉണ്ടായിരുന്നു. അഡ്മിഷൻ തന്നതും സർട്ടിഫിക്കറ്റ്സ് തിരികെ തന്നതും എല്ലാം ഭഗവാൻ തന്നെ. കൃഷ്ണ, ഗുരുവായൂരപ്പ, ഞാൻ എഴുതിയത് കുറച്ച് നീണ്ടുപോയല്ലോ, സോറി കേട്ടോ. എന്നാലും എൻ്റെ കൃഷ്ണ, അതുവരെ ഇല്ലാതിരുന്ന ഒരു സീറ്റ് വേക്കൻസിയും മടങ്ങിപ്പോകാൻ തുടങ്ങി എന്നെ തിരികെ വിളിച്ചു. ആ ഓഫീസിൻ്റെ ഉള്ളിൽ കയറ്റിയതും ഏജൻറ്റ് സർട്ടിഫിക്കറ്റ്സ് തന്നതും എല്ലാം ഒരു സ്വപ്നം പോലെ കാണുന്നു. ഒന്നും പറയാനില്ലല്ലേ, നമ്മളെ ഗ്രൂപ്പിലുള്ളതാണ് ബിന്ദു ചേച്ചി. കുറച്ച് നീണ്ടുപോയിട്ടൊന്നുമില്ല. അനുഭവത്തിൻ്റെ രീതിയിലെത്തണമെങ്കിൽ കുറച്ച് നീണ്ടാലല്ലേ നടക്കുള്ളൂ. മനോഹരമായ അനുഭവം. ഈ ഇലക്ഷൻ്റെ അന്ന് വിജയിച്ചവരും പരാജയപ്പെട്ടവരും ഒക്കെ ഉണ്ടാവും. പക്ഷേ അമ്മയുടെ ഈ മോൻ വിജയിച്ചു. ഭഗവാനെ കയ്യിലെടുത്തിരുന്നു, വിജയിച്ചു എന്ന് പറയുന്നതാവും നല്ലതല്ലേ. അങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം. ജോയിൻ ബട്ടണിലൂടെ വരണം. കൃഷ്ണവിഗ്രഹങ്ങൾ അധിക ദിവസവും നമ്മൾ സമ്മാനം നൽകുന്നുണ്ട്. വേറെ വിശേഷമൊന്നുമില്ലല്ലോ. ഹരേ കൃഷ്ണ.